ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഫോറക്സ് ട്രേഡൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് പൈസയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പല ആളുകളും. അപ്പോൾ ഇതിനൊക്കെ എത്ര രൂപ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും? അതിൻ്റെ ഒരു ലീഗാലിറ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ലീഗാലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. അതായത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, ഇൻകം ടാക്സ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സേഷനെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ടാക്സേഷനെ കുറിച്ചൊരു ഒറ്റ മിനിറ്റിൽ പറഞ്ഞു തരാം. നിങ്ങൾ ഫോറക്സ് ട്രേഡ് ചെയ്യുമ്പോൾ അതൊരു ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കാണിക്കാനുള്ള സാധ്യത ഇൻകം ടാക്സ് ആക്ടിൽ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അതായത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മറ്റ് രണ്ട് ഓപ്ഷൻസ് മാത്രമാണ് അവിടെ നിങ്ങളുടെ മുൻപിലുള്ളത്. ഒന്നുകിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട്, നിങ്ങൾ ചില ആളുകൾ ചിലപ്പോൾ ഫോറക്സ് ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രൊഫഷനായിട്ട് ഒരു ബിസിനസ്സൊക്കെ ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി ചില ആളുകൾ വളരെ കാഷ്വലൊക്കെ ആയിട്ടായിരിക്കും ചെയ്യുന്നത്, വല്ലപ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട്, ഒരു റെസീഡൽ ഇൻകം എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ളൊരു ഹെഡിൽ ഫയൽ ചെയ്യാം. അപ്പോൾ ഏത് ഹെഡാണെങ്കിൽ പോലും, അതായത് ബിസിനസ് ഇൻകം ആണെങ്കിൽ പോലും അതോ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണെങ്കിൽ പോലും ഇതെല്ലാം ഒരു സ്ലാബ് റേറ്റിലാണ് ഇതൊക്കെ ടാക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു 30% സ്ലാബിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളാണ് എന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയെന്നായിരിക്കും ഫോറക്സ് ട്രേഡിന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപയുടെ അടുത്ത് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ 3 ലക്ഷം എന്നല്ലെങ്കിൽ 30% എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതിൽ ടാക്സ് സേവ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിസിനസ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ളൊരു ആംഗിളിലൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ഇൻകം ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടാക്സ് നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഫിനാൻസ് ടിപ്സ് വീഡിയോസ് കാണാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക.